എന്തായി വിശ്വട്ടാ? എന്തായി കാണുന്നത്? വിശ്വനൊന്നും ചെയ്യില്ലെന്ന് പറഞ്ഞു. ഒന്നുമില്ല. സത്യം പറ വിശ്വട്ടാ, ആ പോലീസുകാർ തല്ലിയല്ലേ? ഇല്ല വിശ്വട്ടാ. ഇല്ല, അത് എന്റെ അച്ഛന് മുന്നിൽ വെച്ച വിനായകൻ അവർ തല്ലിയത്. അത് അച്ഛന് വലിയ വിഷമായി. സങ്കടം കൊണ്ട് അച്ഛന് നെഞ്ചുവേദന വരെ വന്നു. എന്നെ മാറ്റി നിർത്തി വെച്ചത്. അതുകൊണ്ട് തന്നെ എന്നെ തല്ലണത് അച്ഛൻ കണ്ടില്ല. പിന്നെ പുറത്തു വന്നപ്പോ എന്നെ തല്ലിയില്ലെന്ന് ഞാൻ അച്ഛനോട് കള്ളപ്പറച്ചു. ഇവിടെ നിന്ന് വിനായകൻ ചൂട് പിടിക്കുന്നതും മരുന്ന് കിട്ടുന്നതൊക്കെ കണ്ടപ്പോ ഞാൻ അതൊല്ലെന്ന് പറഞ്ഞത് അതുകൊണ്ടാ. വെറുതെ അവരെ കൂടി സങ്കടപ്പെടുന്നതും വരാം. എടി കരയാനൊന്നും ഇല്ലടി. ഇച്ചിരി വാമ മറ്റം പറ്റിയ ഇത് മാറിക്കൊടും. പിന്നെ ഈ ലാത്തിയോടുള്ള അടിയില്ലേ, അതായി ചുവന്ന പാറ. കരയല്ലേ കരയിലടി, എനിക്ക് വേദനയൊന്നുമില്ല. കരയല്ലേ, എനിക്ക് വേദനയില്ലടി, കരയാതെ. നിങ്ങൾ ഉറങ്ങിയോ? പിന്നെ എന്തുവാടി? ഒന്ന് എണീറ്റിരുന്നേ. എന്തുവാടി? നിങ്ങളുടെ അച്ഛൻ ഇന്നെ വിളിച്ചത് കേട്ടില്ലേ? ക്ഷുദ്രജീവിയെന്ന്. നിന്നല്ലോ, ആ ഇൻസ്പെക്ടറല്ലേ വിളിച്ചത്. ഒരവസരം ഒത്തു കിട്ടിയപ്പോ അവനെതിരെയുള്ള എല്ലാ ക്ഷുദ്രജീവികളും ഒരുമിച്ചെന്ന് പറഞ്ഞ് അച്ഛൻ നോക്കിയത് ആരെയാ? എന്നെ. അപ്പൊ അതിനർത്ഥം ഞാനും ആ കൂട്ടത്തിൽപ്പെട്ട ഒരു ക്ഷുദ്രജീവിയാണെന്നല്ലേ? അങ്ങനെയെങ്കിലും നിനക്കത് മനസ്സിലാവട്ടെ എന്ന് അച്ഛൻ വിചാരിച്ചാണ്. പോലീസുകാർ പുറം തല്ലി പൊളിച്ചതേ ഉള്ളൂ. ഞാൻ ഇയാളുടെ കണ്ണ് രണ്ട് കുത്തി പൊട്ടിക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. മേലുവേദന സഹിക്കാൻ പറ്റത്തോണ്ടാ ഞാൻ കിടന്നത്. നിനക്കിപ്പോ എന്താ വേണ്ടത്? നിങ്ങളുടെ അച്ഛൻ ഒരു ഗുണ്ടയായി മാറിയോ എന്ന് എനിക്കറിയാം. ഇത്രയധികം തല്ല് നിങ്ങൾക്ക് കിട്ടാൻ കാരണം അവരൊറ്റടുത്തല്ലേ? എന്നിട്ട് തല്ല് വാങ്ങിയ നിങ്ങളെക്കാൾ ഒളിവിലിരിക്കുന്ന അവനോടാണല്ലോ ഇപ്പൊ നിങ്ങൾ അച്ഛന് കൂറ്. ഇനി അവനെങ്ങാനും തിരിച്ച് വന്ന രണ്ടുപേരും ഒരുമിച്ചായിരിക്കും കൊട്ടേഷൻ എടുക്കാൻ പോകുന്നതെന്ന് എനിക്കത് അറിയണം. അത് ഇത്രയും കാലം അവനോട് അച്ഛൻ അകലം പാലിച്ചെടുക്കാൻ കാരണം ഞാനായിരുന്നല്ലോ. അതായിരിക്കും പണ്ട് നടന്നതെല്ലാം നിങ്ങൾ തുറന്ന് സമ്മതിച്ചോണ്ടല്ലേ ഈ ആട്ടോതുപ്പ് കേൾക്കേണ്ടി വരുന്നത്. തെറ്റ് എനിക്കും പറ്റിയിട്ടുണ്ടല്ലോ നന്ദിനി. അതാദ്യമേ എന്നോട് ഏറ്റി പറയണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്കുള്ള ഈ കുത്തുവാക്യം കേട്ട് ഇവിടെ കഴിയണ്ടായിരുന്നു. നന്ദിനി, ഒരിക്കലും ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടതാ നമ്മളെ. കരഞ്ഞ് കാല് പിടിച്ചിട്ടാ തിരിച്ചറിയത്. നീയായിട്ട് അവസ്ഥയിലേക്ക് വീണ്ടും കൊണ്ടെത്തിക്കരുത് പ്ലീസ്. നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇത് പറയേണ്ടത് ആരോടാണെന്ന് എനിക്കറിയാം. നീ ആരെടി വിളിക്കാൻ വന്നത്? പതിവില്ലാതെ നന്ദിനി എടുത്തിയാണല്ലോ. ഹലോ നന്ദിനി എടുത്തി. എടി, നീയും നിന്റെ ഗുണ്ടാ ഭർത്താവ് വിക്രം കൂടി കാണിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾക്കൊക്കെ അനുഭവിക്കുന്നതേ എന്റെ ഭർത്താവ് ഈ കുടുംബത്തിലുള്ളവരാ. അറിയാം നിനക്ക്? ഞാൻ കാരണം ഞാൻ എന്ത് ദ്രോഹം അതിന് ചെയ്തത്? നീ അങ്ങനെ ഒളിച്ചു കളിക്കൊന്നും വേണ്ട. നീ വിക്രത്തെ കൊണ്ട് ആ വരുണിനെ കൊല്ലിച്ചത് നിന്റെ അനിയത്തിയെ അവരിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയല്ലേടി? നന്ദിനി എടുത്ത് എന്തൊക്കെയാ പറയുന്നത്? നീ ഒളിക്കണ്ട, എല്ലാം എനിക്കറിയാം. നീയും വിക്രവും കൂടി നിന്റെ അനിയത്തെ പിന്തിരിപ്പിക്കാൻ നോക്കിയതും അവള് പറ്റില്ലെന്ന് പറഞ്ഞ് ആ ബന്ധത്തിൽ ഉറച്ചു നിന്നതും അങ്ങനെയൊക്കെ എനിക്കറിയാം. വരുണിനെ പോലുള്ള ഒരുത്തനിൽ നിന്ന് അനിയത്തിയെ രക്ഷിക്കാൻ നീ നിന്റെ ഗുണ്ടാ ഭർത്താവിന് കൊട്ടേഷൻ കൊടുത്തു. അവൻ അത് ഭംഗിയായിട്ട് ചെയ്ത് നൈസിന് ഒളിവിലും പോയി. ഇപ്പൊ വിക്രം എവിടാണെന്നും ചോദിച്ച് പോലീസ് ഈ വീട്ടിലെ കയറി ഇറങ്ങുന്നത്. ഇന്ന് അച്ഛനെയും അവന്റെ ചേട്ടന്മാരെ സ്റ്റേഷനിൽ വിളിപ്പിച്ചിരുന്നു. ചോദ്യം ചെയ്യുന്നതിനിടയില് SI കൈതരിപ്പ് തീർത്തതേ വിനേട്ടന്റെ ദേഹത്താ. അയ്യോ, അച്ഛൻ എന്തെങ്കിലും പറ്റിയോ? അച്ഛന് ശരീരത്തിനൊന്നും പറ്റിയില്ല. പക്ഷെ ഇപ്പോഴേ ഈ ധർമ്മവും നീതിയും ഒക്കെ ഉപേക്ഷിച്ച് കൊട്ടേഷൻ പണിക്കിറങ്ങുന്ന മട്ടായിട്ടുണ്ട്. അതായത് മേലിൽ ഈ വിഷയത്തിന്റെ പേരും പറഞ്ഞ് പോലീസ് ഈ വീട്ടിൽ കയറരുത്. ഞാൻ ദർശനെ കൊണ്ട് വിളപ്പിച്ചിരുന്നു നന്ദിനി എടുത്തി. പക്ഷെ ഒരു ദേഹോപദ്രവം ഏൽപ്പിക്കുമെന്ന് ഞാൻ കരുതിയില്ല. അടി കിട്ടാനുള്ള ഒരു ഇഞ്ച് സ്ഥലം ഇനി വിനേട്ടന്റെ ശരീരത്തില്ല. ചേട്ടനൊന്ന് ഫോൺ കൊടുക്കൂ. നിന്റെ ആശ്വസിപ്പിക്കലൂടെ താങ്ങാനുള്ള ശേഷി ഇനി വിനേട്ടനില്ല. അതുകൊണ്ട് നീ വക്കീലിനോടോ നിന്റെ അച്ഛൻ ജഡ്ജിയോടോ ഏത് കോമത്താളോട് പറഞ്ഞിട്ടാണെങ്കിലും ശരി ഇത് നിർത്തി തരണം. ഇനി മേലിൽ എന്റെ ഭർത്താവ് ഇതിന്റെ പേരിൽ ഒരു അടി കൊള്ളരുത്. പറഞ്ഞില്ലെന്ന് വേണ്ട. എങ്ങനെയുണ്ട്? ഇത്രയും പോലെ വേണ്ടായിരുന്നു. നീ കാര്യങ്ങൾ അനാവശ്യമായി കോംപ്ലിക്കേറ്റ് ആക്കരുത്. എടി, വരുണിനെ കൊന്നത് വിക്രമാണെന്ന് നിനക്കാനറിയാം. ഈ കീചകൻ ചത്തപ്പോ കൊന്നത് ഭീമനാണെന്ന് എങ്ങനെയാ കൗരവര് മനസ്സിലാക്കിയത്? അത്രേ ഉള്ളൂ ഇതും. ഇനി അവള് നോക്കട്ടെ കാര്യങ്ങൾ. പുറമേതനക്കാരൻ അങ്ങോട്ട് മാറി കിടക്ക്. എനിക്ക് ഉറങ്ങണം. നീ ഹലോ പറയ്, നിങ്ങൾ റെഡിയായോ? ആ, നീ സമയം പറഞ്ഞാ മതി. വിക്രം എവിടെ? എന്തടിച്ചിരിക്കുന്നേ? ഞാൻ ആ ട്രെൻഡിങ് റീൽ ഓർത്തുപോയി. ഏത്? വിക്രം നീ എവിടെയാ? വിക്രം എവിടെയാ? തമാശ പറയാതെ നീ ഫോൺ വിക്രമിന് കൊടുത്തേ. ആവാമേ. ഹലോ, റെഡിയായോ? 12 മണി കഴിയുമ്പോ എത്തിയാ മതി. CCTV ഞാൻ ഡിസ്കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗേറ്റ് ഭാഗത്ത് തുറന്നു കിടപ്പുണ്ടാവും. പുറത്തെത്തിയാ എനിക്കൊരു റിങ് തരണം. മെയിൻ സ്വിച്ച് ഞാൻ ഓഫ് ചെയ്യും. അകത്തെ മുറികളിലെ ഫാൻ മാത്രമേ ഇൻവെർട്ടറിൽ വർക്ക് ചെയ്യൂ. നേരെ കയറി വന്നാ മതി. ഞാൻ മുകളിലുണ്ടാവും. നിനക്കത് കൂടുതൽ റിസ്ക് ആവോ? ഈ റിസ്ക് നമ്മളിപ്പോ ഒരുമിച്ചെടുത്തേ പറ്റും വിക്രം. ഇപ്പൊ തന്നെ കാര്യങ്ങൾ ആകെ പ്രശ്നമായി കഴിഞ്ഞു. അച്ഛനെയും ചേട്ടന്മാരെയും ആ ഇൻസ്പെക്ടർ സാബു സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. തല്ലിച്ചതച്ചെന്നാ നന്ദിനിയെടുത്ത് വിളിച്ചു പറഞ്ഞത്. അയാളുടെ സ്വഭാവം അറിയാലോ. വിക്രമിനെ കിട്ടാതെ വിരളി പിടിച്ച് നടക്കായിരിക്കും. തൽക്കാലം വിക്രം അയാളുടെ കയ്യിൽ പെടാതെ നിൽക്കണം. നിയമപരമായി എന്താ ചെയ്യാൻ പറ്റുകയെന്ന് നമുക്ക് ആലോചിക്കാം. എന്നെ നന്ദിനിയെടുത്ത് ഞാൻ വിളിച്ചത്. ആള് പറയുമ്പോ അറിയാലോ. അല്പം കൂട്ടിയേ പറയൂ. നാളെ നമുക്ക് അന്വേഷിക്കാം. എന്തായാലും വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. വിക്രം എന്താ ഒന്നും പറയാത്ത? ഒന്നുമില്ല, ഞാനിവിടെ എത്തിയിട്ട് വിളിക്കും. പേടിക്കണ്ട, അച്ഛൻ അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ അത് നന്ദിനിയെടുത്ത് പറഞ്ഞേനെ. ഞാൻ കാരണം അച്ഛൻ അങ്ങനൊന്നും ആലോചിക്കണ്ട. തൽക്കാലം ഇങ്ങോട്ട് എത്താൻ നോക്ക. ശരി. സൂക്ഷിച്ച്. സംസാരം കഴിഞ്ഞോ? 12 മണി കഴിഞ്ഞ് അവിടെ എത്തിയാ മതി. എന്നാ പോയി കിടന്നോ, ഞാൻ വിളിച്ചോളാം. എനിക്ക് കാറിന്റെ കീയും തരുമോ? എന്തിനാ? അവിടേക്ക് പോകുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. എന്ത് കാര്യം? അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം. അതൊന്നും ശരിയാവില്ല. വേദ സമ്മതിക്കില്ല. പ്ലീസ്,
എനിക്ക് ഒരു അരമണിക്കൂർ സമയം മതി. നടക്കുന്ന കാര്യമല്ല വിക്രം. എങ്കിൽ എനിക്കൊരു വണ്ടി വിളിച്ച് പോകേണ്ടി വരും. ആരും അറിയാതെ ഒരു സ്ഥലത്ത് പോയി തിരിച്ചു വരണം. അത്രേ വേണ്ടൂ. ഇഷിതയുടെ കാറാവുമ്പോ ആരും സംശയിക്കില്ല. അതാ. എങ്ങോട്ടേക്കാ? അത് ഞാൻ വന്നിട്ട് പറയാം. തൽക്കാലം വേദിയോട് പോലും പറയാൻ പറ്റില്ല. ഇന്ന് നടന്നില്ലെങ്കിൽ എനിക്ക് നിങ്ങളാരും പറയുന്ന പോലെ ചെയ്യാൻ പറ്റാതാവും. അത്രയ്ക്ക് അത്യാവശ്യമായതുകൊണ്ട്. കീ തരുന്നതുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടല്ല, പക്ഷെ കുഴപ്പത്തിൽ ചെന്ന് ചാടരുത്. ഇനി കുഴപ്പങ്ങൾ ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ ഈ പറയുന്നത്. ഇന്ന് ഞാനത് ചെയ്തില്ലെങ്കിൽ നാളെ മുതൽ എല്ലാവർക്കും പ്രശ്നമാവും. അത് ഒരുപക്ഷെ ഇഷിതയ്ക്ക് വരെ. സോ പ്ലീസ്, 1 മണിക്കൂർ നേരത്തേക്ക് എനിക്ക് ആ വണ്ടി എന്താ. നന്നായി സാബു. അവനല്ലേ പിടി തരാതിരിക്കുന്നുള്ളൂ. അവന് കിട്ടാനുള്ളത് അവന്റെ കുടുംബത്തിനെങ്കിലും കിട്ടട്ടെ. അവൻ പിടി തരാതെ ഒളിച്ചിരിക്കുന്നുണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടാവും. ഇങ്ങനെയുള്ള വാർത്തകൾ ഇടയ്ക്കിടയ്ക്ക് അവന്റെ ചെവിയിലെത്തണം. ഇനി സാബുവിന്റെ ഉത്തരവാദിത്വം അതാണ്. അയ്യോ സാറേ, സംഗതി അത്ര എളുപ്പമൊന്നുമല്ല. അവര് വല്ല പരാതിയായി പോയാൽ എന്റെ തൊപ്പി നിൽക്കും. ഒരു പരാതിക്കും അവര് പോകില്ല. താൻ ആ വീട്ടിലെ ആണുങ്ങളെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് വേണ്ടത് കൊടുക്കുമ്പോ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വാസവന്റെ ആളുകളെ ആ വീട്ടിലേക്ക് പറഞ്ഞയച്ചോളാം. വാസവന്റെ ആളുകൾ കയറി ഇറങ്ങുന്ന വീട് എന്ന് നാട്ടുകാര് പറഞ്ഞു തുടങ്ങുമ്പോ അവന് കാര്യം മനസ്സിലാകും. ഗതികെട്ട് അവൻ പുറത്ത് ചാടണം. നമുക്ക് വേണ്ടത് അതാണ്. ചാടും സാറേ. ഈ സാബു അവനെ ചാടിപ്പിക്കും. സാർ നോക്കിയോ? ഇനി ഒരാളെ കൂടി താൻ കണ്ടുപിടിക്കും. പുളിക്കനെ. വിക്രം ഇങ്ങനെ മറവിലിരിക്കുന്നത് തന്നെ പുളിക്കനെ കണ്ടുപിടിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടെ. അവന്റെ കയ്യില് പുളിക്ക ചെന്ന് പെട്ടാൽ അറിയാലോ. അതോടെ സകലതുന്തി. പുളിക്കനെ അവന് കിട്ടും മുമ്പ് നമുക്ക് പുളിക്കനെ കിട്ടണം സാർ. സാറ് ധൈര്യമായിരുന്നോ? പുള്ളിക്കനെ ഞാൻ ഈ ഉള്ളം കയ്യിൽ വെച്ച് വന്നിരിക്കും. ഇന്ന് ശ്രീകാന്ത് സാർ എന്താ വരായിരുന്നത്? അവന് ഭാര്യയും കൊണ്ട് സിനിമയ്ക്ക് പോണം. രാത്രി 11 മണിക്കുള്ള ഷോ. പോട്ടെ സാറേ, ഇനി കഴിച്ച വണ്ടി പിടിച്ചു പോകണ്ടേ? അതിനെന്താണു, സാധാരണക്കാർക്ക് മാത്രമല്ലേ പ്രശ്നമുള്ളൂ. പോലീസിനാണെങ്കിൽ എന്ത് പോക്കത്തിനാവാന്നല്ലേ പഴവഴി. എന്നാലും വേണ്ട സാറേ, മതി. അപ്പോ രാത്രി യാത്രയില്ല. സൂക്ഷിച്ചു പോടെ, ഞാൻ ചുമ്മാ പറഞ്ഞു തന്നെ. ഓ, ആരോടാ നീ? മനസ്സിൽ തീവ്രമായ പ്രണയമുള്ളപ്പോൾ ഒരു തേയിലും കാലു പൊള്ളില്ല, ഒരു നൂൽപാലത്തിലും ഉള്ളു പതറില്ല. എന്നിൽ നിന്ന് മടർത്തി മാറ്റാതെ, ഒരു ആപത്തിനും വിട്ടുകൊടുക്കാതെ വിക്രമിന്